നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുകയും ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നിടം വരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷ്യം വഹിക്കും. അവർ സഹ്യനൂട്ടുശാലയിലെ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനാ നിരതരായിരുന്നു. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന നിരതരായിരുന്ന ശിഷ്യന്മാരുടെ മേലും അപ്പസ്തോലന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവര് ശക്തി പ്രാപിച്ചു. പത്രോസ്ലീഹ എഴുന്നേറ്റ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ അവിടെ സഭ രൂപം കൊണ്ടു. പരിശുദ്ധാത്മാവിനാലാണ് സഭ രൂപം കൊണ്ടത്. പരിശുദ്ധാത്മാവിനാണ് സഭ നയിക്കപ്പെടുന്നത് നമുക്കറിയാം. നമ്മുടെ ഈ കമ്മിറ്റ്മെന്റിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കും പ്രാർത്ഥനാ നിരതരായിരിക്കാം. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഈശോ നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. അതുപോലെ പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്നാനപ്പെടും. നമുക്കറിയാം, സ്നാനം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ഒരു അല്ല, അല്ലെങ്കിൽ ആ ജലത്തിലുള്ള സ്നാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുക. ദൈവസ്നേഹം നമ്മിൽ വന്ന് നിറയുമ്പോൾ നമുക്ക് സഹോദരങ്ങളെയും സ്നേഹിക്കാനായി സാധിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലുമുള്ള ഒരു നിറവ്. അങ്ങനെ ആ നിറവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ശക്തി പ്രാപിക്കുക. ഉന്നതത്തിനുള്ള ഈ ശക്തി നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റവരെ സ്നേഹിക്കുവാനും ആ ദൈവത്തിന്റെ സ്നേഹത്താൽ നമുക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാൻ, കൂട്ടായ്മയിലായിരിക്കും. അവരെ ഒരുമിച്ച് സഹ്യനൂട്ടുശാലയിൽ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്കും ഈ ഏക മനസ്സോടെ നമ്മുടെ കൊച്ചു കൊച്ചു കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ, ഞങ്ങളെ പുതിയ മനുഷ്യരാക്കി മാറ്റമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി പിതാവിൻ്റെ വാഗ്ദാനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം